ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്ന് ജൂൺ 2 ചൊവ്വാഴ്ചയാണ്. ഇന്നത്തെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള വാർത്തയിൽ നിന്ന് ആരംഭിക്കാം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള ഇടനിലക്കാരുമായിട്ടുള്ള ചർച്ച ഇറാൻ അവസാനിപ്പിച്ചതായി അറിയിച്ചു. ഇതിനോടൊപ്പം പറയാനുള്ളത്, ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട എണ്ണ ഗതാഗത പാതകളിലൊന്നായ ഹോർമുസ് കടലെടുക്ക് പൂർണ്ണമായും അടച്ചുപൂട്ടുന്നതിനുള്ള നടപടിയിലേക്ക് തെഹ്റാൻ നീങ്ങുന്നു എന്ന റിപ്പോർട്ടും വരുന്നു. ഇതോടുകൂടി ഓയിൽ പ്രൈസുകൾ കുതിച്ചുയർന്നു. ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് 4% മുകളിലാണ് ഉയർന്നത്. ഇപ്പോഴത്തെ ഈ ഗ്ലോബൽ ടെൻഷനുകൾ കാരണം ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ വിപണികൾ ഇടിവിലാണ്. ഇതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ, ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.8% ഇടിവിലും, കോസ്പി മാർക്കറ്റ് ഒരു മ്യൂട്ടഡ് അവസ്ഥയിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. US ഫ്യൂച്ചേഴ്സ് ഇന്നലെ ഇടിഞ്ഞു. ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് 23,317 150 പോയിന്റ്സ് ഇടിഞ്ഞാണ്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 140 പോയിന്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. അതായത് ഇന്ത്യൻ വിപണിയിൽ ഇടിവ് തുടരും എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് ഈ വരുന്നത്. US ഇറാനും തമ്മിലുള്ള യുദ്ധത്തിൻ്റെ ആഘാതമാണ് നമ്മൾ ഏഷ്യൻ വിപണിയിൽ കണ്ടത്. എന്നാൽ ഈ ആഴ്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇവൻ്റ് ആയിട്ടുള്ള RBIയുടെ MPC മീറ്റിംഗ്, മോണിറ്ററി പോളിസി കമ്മിറ്റി മീറ്റിംഗ് തന്നെയാണ് ഇന്ത്യയിൽ പ്രധാനപ്പെട്ടതായിട്ട് വരുന്നത്. ജൂൺ 5 RBIയുടെ MPC മീറ്റിംഗ് ഡിസിഷൻ പുറത്തു വരിക. ഏതായാലും RBIയുടെ ഡിസിഷനോടനുബന്ധിച്ചിട്ടുള്ള ചില വൊളറ്റാലിറ്റി നമുക്ക് വരുന്ന ദിവസങ്ങളിലും ഈ ദിവസവും മാർക്കറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇനി ഇന്നലെ ഓട്ടോ സെയിൽസ് ഡാറ്റ പുറത്തു വന്നിരുന്നു. അതിൽ തന്നെ മാരുതി സുസുക്കിയുടെ റെക്കോർഡ് പ്രകടനമാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. രാജ്യത്തെ ഏറ്റവും വലിയ കാർ നിർമ്മാതാക്കളായിട്ടുള്ള മാരുതി സുസുക്കി ഇന്ത്യ മെയ് മാസത്തിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന മാസാന്ത്യ മൊത്ത വിൽപ്പന, ആഭ്യന്തര വിൽപ്പനയും രേഖപ്പെടുത്തി. ഇതിൽ തന്നെ 2026 മെയ് മാസത്തിൽ ഇന്ത്യയുടെ പാസഞ്ചർ വെഹിക്കിൾ വാഹന വിൽപ്പനയിൽ 26% വർധനവ് വന്നു. ഇയർ ഓൺ ഇയറിൽ 4.44 ലക്ഷം യൂണിറ്റായി. ഇതിൽ തന്നെ മാരുതി സുസുക്കി നമ്മൾ പറഞ്ഞതുപോലെ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പ്രതിമാസ ആഭ്യന്തര വിൽപ്പനയും രേഖപ്പെടുത്തി. 1.93 ലക്ഷം വാഹനങ്ങൾ വിറ്റു. ഇതിൽ കഴിഞ്ഞ വർഷത്തേക്കാൾ 39.5% വർധനമാണ് രേഖപ്പെടുത്തിയത്. ചെറിയ കാറുകളിൽ ശക്തമായിട്ടുള്ള ഒരു ഡിമാൻഡ് വന്നത് പ്രതീക്ഷ നൽകുന്നുണ്ട്. ഓൾട്ടോ, എസ്പ്രസോ ഉൾപ്പെടെയുള്ള മിനി കാറുകളുടെ വിൽപ്പന 140% ഉയർന്നിരിക്കുന്നത്. ചെറിയ കാറുകളുടെ വിൽപ്പനയിൽ മാത്രമല്ല വർധനവുണ്ടായിരിക്കുന്നത്. ബലേനോ, സ്വിഫ്റ്റ്, വാഗ്നർ, ഡിസയർ ഉൾപ്പെടെയുള്ള കോമ്പാക്റ്റ് കാറുകളുടെ വിൽപ്പനയും 31.6% വർധനവ് വന്നു. മാരുതി സുസുക്കിയുടെ ഒരു റെക്കോർഡ് പ്രകടനം തന്നെയായിരുന്നു. മറ്റ് കമ്പനികളുടെ മെയ് മാസത്തെ വളർച്ച നോക്കിക്കഴിഞ്ഞാൽ മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര പതിവ് പോലെ തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വളർച്ച രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. 19.1% വർധനമാണ് മെയ് മാസത്തിൽ രേഖപ്പെടുത്തിയത്. ഹുണ്ടായ് മോട്ടോർ ഇന്ത്യ 7.3% വർധനവും, ടൊയോട്ട കിർലോസ്കർ മോട്ടോർ 23.6%, കിയ ഇന്ത്യ 14.4% വർധനവുമാണ് രേഖപ്പെടുത്തിയത്. ഇനി ഇതിൽ പ്രത്യേകമായിട്ട് നമ്മൾ കാണേണ്ടത്, ഇന്ധന വില ഉയർന്നിട്ടും ചെറിയ കാറുകളുടെ വിൽപ്പന ശക്തമായി വർദ്ധിക്കുന്നത് ഇന്ത്യയുടെ ഒരു ഉപഭോക്തൃ ഡിമാൻഡ് ശക്തമായി തുടരുന്നു എന്നതിൻ്റെ സൂചന തന്നെയാണ്. അത് കാർ വിപണിയിൽ വളരെ പോസിറ്റീവായി തന്നെ കാണേണ്ട ഒരു കാര്യമാണ്. ഇതിനോടൊപ്പം തന്നെ പ്രാധാന്യം അർഹിക്കുന്ന മറ്റൊരു ഡാറ്റ കൂടി ഇന്നലെ പുറത്തു വന്നത് ഇന്ത്യയുടെ വ്യാവസായിക ഉൽപ്പാദനം IIP ഡാറ്റയായിരുന്നു. ഏപ്രിൽ മാസത്തിൽ 4.9% വളർച്ചയാണ് രേഖപ്പെടുത്തിയത്. പ്രധാന കാരണം മാനുഫാക്ചറിംഗ് സെക്ടറിലുള്ള വളർച്ചയാണ്. 6.2% ഉയർന്നിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഏപ്രിലിൽ അത് IIP വളർച്ച 5.7% 2026 മാർച്ചിൽ 3.2% മാർച്ച് മാസവുമായി നോക്കുമ്പോൾ ഏപ്രിൽ മാസത്തിൽ ഇപ്പോൾ IIP ഉയർന്നിരിക്കുകയാണ്. ഇതിൽ തന്നെ പ്രത്യേകമായിട്ട് കാണേണ്ട ഒരു കാര്യം, പശ്ചിമേഷ്യയിലെ വെസ്റ്റ് ഏഷ്യൻ സംഘർഷങ്ങളുടെ പ്രതികൂലമായ സ്വാധീനം സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏപ്രിൽ മാസത്തിൽ കാര്യമായിട്ട് ബാധിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഇതിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതിൽ തന്നെ പല സെക്ടറുകളും വളരെ പോസിറ്റീവായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് മാനുഫാക്ചറിങ്, ക്യാപിറ്റൽ ഗുഡ്സ്, ഇൻഡസ്ട്രിയൽ സ്റ്റോക്സ് തുടങ്ങിയവയൊക്കെയാണ്. നമ്മുടെ ഈ പ്രീ മാർക്കറ്റ്, പോസ്റ്റ് മാർക്കറ്റ് സെഷനുകളിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചുരുക്കിയാണ് നമ്മൾ പറഞ്ഞു കൊടുക്കാറുള്ളത്. പരമാവധി എല്ലാ കണ്ടൻസും നമ്മൾ കളക്ട് ചെയ്യാറുണ്ട്. ഒരുപാട് ബുദ്ധിമുട്ടിയാണ് ഈ വീഡിയോസ് എല്ലാം ചെയ്യുന്നത്. അതുകൊണ്ട് പരമാവധി നിങ്ങളുടെ ആ ഒരു ലൈക്ക് ഞങ്ങളുടെ ഈ വീഡിയോയ്ക്ക് തരാൻ ശ്രമിക്കുക. മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം കൂടി പറയാനുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബിഗിനേഴ്സിനായിട്ടുള്ള ബേസിക് കോഴ്സ് ആരംഭിക്കാൻ ഇനി വെറും 2 ദിവസം മാത്രമേ ഉള്ളൂ. ആർക്കെങ്കിലും ആ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തൊട്ട് താഴെ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന ആ വാട്സപ്പ് നമ്പറിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമൻറ്റ് ബോക്സിലും നമ്മൾ ഈ വാട്സപ്പ് നമ്പർ പിൻ ചെയ്യുന്നുണ്ട്. ഈ നമ്പറിൽ മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ആ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി പ്രധാനപ്പെട്ട സ്റ്റോക്ക് ന്യൂസുകളിലേക്ക്. ആദ്യം പറയാനുള്ളത് സി എൻ്റർടൈൻമെൻറ്റുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. സി എൻ്റർടൈൻമെൻറ്റ് 2026 ഫിഫ വേൾഡ് കപ്പ്
ഇന്ത്യയിലെ ടെലിവിഷൻ ഡിജിറ്റൽ സംപ്രേഷണാവകാശം സ്വന്തമാക്കിയിരിക്കുന്നു. സി എൻ്റർടൈൻമെൻറ്റിന് ഫിഫ വേൾഡ് കപ്പ് സംപ്രേഷണം ചെയ്യാനുള്ള അവകാശം ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന വാർത്തയും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ബ്രേക്കൗട്ടും അതിൻ്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച തന്നെ നമ്മുടെ പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ പറഞ്ഞതാണ്. ഒരുപാട് പേർ ആ സ്റ്റോക്ക് നിങ്ങളുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നലെയും സ്റ്റോക്ക് 5% നേട്ടം ഉണ്ടാക്കിയിരുന്നു. എല്ലാ ദിവസത്തെയും പോസ്റ്റ് മാർക്കറ്റ് സെഷനിൽ നിഫ്റ്റിയും ബാങ്ക് നിഫ്റ്റിയെയും കുറിച്ചും കൂടാതെ നിരവധി ബ്രേക്കൗട്ട് സ്റ്റോക്കുകളെക്കുറിച്ചും നല്ല മൂവ്മെൻറ്റ് നടത്തിയ സ്റ്റോക്കുകളെക്കുറിച്ചും ഒക്കെ നമ്മൾ പരാമർശിക്കാറുണ്ട്. അപ്പോൾ ആർക്കെങ്കിലും നമ്മുടെ വീഡിയോസ് കാണാതെ പോകാറുണ്ടെങ്കിൽ എല്ലാവരും ഡെയിലി ഉള്ള പോസ്റ്റ് മാർക്കറ്റ് പ്രീ മാർക്കറ്റ് വീഡിയോസ് കാണാൻ ശ്രമിക്കുക. മറ്റ് വാർത്തകളിലേക്ക്. ആൽക്കെയിം ലബോറട്ടറീസ് എന്ന കമ്പനി പ്രൊമോട്ടർ ഗ്രൂപ്പ് ട്രസ്റ്റുകൾ 1.5% ഓഹരികൾ ബ്ലോക്ക് ഡീലിലൂടെ വിൽക്കാൻ സാധ്യതയുണ്ട്. ഫ്ലോർ പ്രൈസായി നിശ്ചയിച്ചിരിക്കുന്നത് 5200 രൂപയാണ്. അടുത്ത ഓല ഇലക്ട്രിക് എന്ന കമ്പനി QIP കമ്പനി ആരംഭിച്ചു. ഫ്ലോർ പ്രൈസ് 37.74 എന്ന നിലയിലാണ്. മറ്റൊരു കമ്പനി വിപ്രോയാണ്. ആഗിൻ ഗ്ലോബൽ ഇൻകിൽ അധിക 20% ഓഹരികൾ കമ്പനി ഏറ്റെടുക്കൽ ജൂൺ 5 പൂർത്തിയാകും. അടുത്തതായി PNC ഇൻഫ്രാടെക് എന്ന കമ്പനിയാണ്. ലക്നൌവിൽ ഫ്ലൈ ഓവർ നിർമ്മിക്കുന്നതിനായി 194.4 കോടി രൂപയുടെ പുതിയൊരു ഓർഡർ കമ്പനി നേടി. അടുത്തതായി ബ്ലാക്ക് ബോക്സ് എന്ന കമ്പനി AI ട്രാൻസ്ഫോർമേഷനായി ഐനോസുമായി തന്ത്രപരമായ ഒരു പങ്കാളിത്തം കമ്പനി പ്രഖ്യാപിച്ചു. അടുത്തത് ഇക്വിറ്റി സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. മേരിയ അസറ്റ് മ്യൂച്വൽ ഫണ്ടിന് 9.5% ഓഹരി കൈവശം വയ്ക്കാൻ RBI അനുമതി നൽകി. അടുത്ത കാനറ ബാങ്കാണ്. ബ്രജേഷ് കുമാർ സിംഗ് പുതിയ MD ആൻഡ് CEO ആയി നിയമിതനായി. അടുത്തതായി NHPC എന്ന കമ്പനി സർക്കാർ 6% ഓഹരികൾ വരെ OFS വഴി വിൽക്കും എന്നുള്ള ഒരു വാർത്ത വരുന്നു. ഫ്ലോർ പ്രൈസ് 71 രൂപയാണ്. അടുത്തതായി ആനന്ദ് രാജ് എന്ന കമ്പനി ഹരിയാനയിൽ ഡാറ്റാ സെൻറ്ററും ക്ലൗഡ് സേവനങ്ങളും വികസിപ്പിക്കാൻ 25,000 കോടി രൂപ വരെ നിക്ഷേപിക്കാൻ കമ്പനി പദ്ധതിയിടുന്നു. ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളാണ് നമ്മളിവിടെ പറഞ്ഞു പോയത്. നമ്മളിവിടെ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ്, ഇന്ത്യ ടുഡേ തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.